ഈ കഥ എല്ലാം പറയുമ്പോൾ ഒരു ഭക്തി സംബന്ധമായ കഥയാണ്. പറയാൻ കാരണം പല വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ആധ്യാത്മികമാണ്. ഇത് പറയുന്നത് കഥ പുരാണത്തിലെ കഥകളാണ്, നമ്മളെ കഥ തന്നെയാണ്. ഇതൊരു അംബരീഷ രാജാവിൻ്റെ കഥയാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കഥ പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ കഥകൾ വരുമ്പോൾ ബാക്കി പറയാം. അംബരീഷ രാജാവ് വളരെ വിഷ്ണു ഭക്തനായിരുന്നു. സുദർശനത്തെ ഉപാസിക്കുന്ന ആളായിരുന്നു. അത് ഉപവാസം എടുക്കലിൻ്റെ ഏകാദശി ഉപവാസം എടുത്തിരുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം പലതവണ ഉപവാസമൊക്കെ എടുത്തുപോയി. ഒരു സമയത്ത് ഭയങ്കര കോപിഷ്ഠനായ ശിവൻ്റെ അവതാരങ്ങളിൽ 19ാമത്തെ അവതാരമായ ദുർവാസ മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ദുർവാസ മഹർഷി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അങ്ങനെ ഉപവാസം അവസാനിപ്പിക്കണം, ഞാൻ കുളിച്ചു വരാം, അദ്ദേഹത്തെ സൽക്കരിച്ചിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കണം, ആദരിക്കണം, അങ്ങനെ കൊടുക്കണം എന്നുള്ള മട്ടിൽ അദ്ദേഹം പോയിട്ട് വരാം, കുളിച്ച് വരാം, കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. അംബരീഷ രാജാവിന് ഉപവാസം അവസാനിപ്പിക്കേണ്ട സമയമായി. ദുർവാസാവ് ത്രികാലജ്ഞനാണല്ലോ, അദ്ദേഹത്തെ സുയിപ്പുണ്ടാക്കാൻ വേണ്ടി വന്നതിന്, ശപിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് കാണിക്കുന്ന ലക്ഷണം. അദ്ദേഹം വൈകി, ഇയാൾക്ക് ഉപവാസം അവസാനിപ്പിക്കണം. അംബരീഷ രാജാവിന് ഉപവാസം അവസാനിപ്പിക്കണം. അദ്ദേഹം 2 മുറുക്ക് വെള്ളമെടുത്ത് കുടിച്ചു. അദ്ദേഹം വെള്ളമെടുത്ത് കുടിച്ചു, രാജാവ് വെള്ളമെടുത്ത് കുടിച്ചു. ദുർവാസാവ് പെട്ടെന്ന് കാര്യം മനസ്സിലായി, ഇരച്ചു കയറി വന്നു. നീ ചെയ്തു, എന്നെ അപമാനിച്ചു, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോപിഷ്ഠനായ അദ്ദേഹം തൻ്റെ തലമുടി എടുത്തിട്ട് നിലച്ചടിച്ചു. അതിൽ നിന്ന് ഉഗ്രരൂപിയായ ശൂലധാരിണിയുടെ ഒരു വേതാളം പോലത്തെ അതിൻ്റെ അകത്ത് ഭീകരരൂപിയായ രാക്ഷസരൂപിയായൊരു സംഗതി പുറത്തേക്ക് ചാടി ശൂലമായിട്ട് നേരെ അംബരീഷനത്ത് പാഞ്ഞെടുത്തു. അംബരീഷൻ കണ്ണ് അടച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചു നിന്നു, സുദർശനത്തെ സ്മരിച്ചു നിന്നു. എല്ലാ നിമിഷ നേരം കൊണ്ട് സുദർശനം വന്നു, വേതാളത്തിൻ്റെ തലയെടുത്തുകൊണ്ട് അതങ്ങനെ നേരെ ദുർവാസാവിൻ്റെ അടുത്തേക്ക്. ദുർവാസാവിൻ്റെ ഒരു മഹർഷിയല്ലേ, അപ്പോൾ അയാളുടെ അടുത്തേക്ക് നിൽക്കുന്നതിന് അത് സ്പീഡ് പറയാമല്ലോ. അയാളുടെ അടുത്തേക്ക് വരുന്ന സ്പീഡ് അത്രയും സ്പീഡിലാണ്, അയാൾ വലിയ സ്പീഡിലാണ്. മൂപ്പര് അതേ തിരിഞ്ഞോടി, വേറെ ഒന്നുമില്ല. സാധനം വരുന്നവന് കണ്ടാൽ മനസ്സിലാവില്ല ഏതാ ഇറ്റാന്നുള്ളത്. ദുർവാസാവ് ഓടി നേരെ ചെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവിനോട് പറഞ്ഞു രക്ഷിക്കാൻ. ബ്രഹ്മാവ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഞാൻ എന്ത് ചെയ്യാൻ, ഇത് നിങ്ങൾ ശിവൻ്റെ അടുത്ത് പോയി പറയൂ. ശിവൻ പറഞ്ഞു ഞാനിതുമായിട്ടൊരു ബന്ധമില്ല, സുദർശനേക്കറാണ്, മഹാവിഷ്ണുവാണ് ഇതിൻ്റെ ആൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലൂ. നേരെ അംബരീഷ മഹാരാജാവ് നേരെ പോയിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് നിന്നു. മഹാവിഷ്ണു പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതെൻ്റെതല്ല, ഇത് ആരാണോ ഇത് അയച്ചത് അവിടെ തന്നെ ചെല്ലണം, അവിടെ ചെന്നിട്ട് അയാൾക്ക് തന്നെ ഇത് ഉപസംഹരിക്കാൻ പറ്റും, ഇത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 4 ഉലകത്തിനും ഓടി, എല്ലാ തലത്തിലും ഓടി, എല്ലാ സ്ഥലത്തും ഓടി. ദുർവാസാവ് മഹർഷി ലാസ്റ്റ് അവസാനം നമ്മൾ അംബരീഷ രാജാവിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം തൊഴുതുന്നു, അദ്ദേഹത്തെ വണങ്ങി അത് പ്രാർത്ഥിച്ചപ്പോഴത്തെ ഇയാണ്ട് പോയി. അപ്പം എന്താ, അത്രയും ഗംഭീരനായ മഹർഷി പോലും നമ്മളാ ദൃഢനിശ്ചയത്തിൻ്റെ മുന്നിൽ, ഭഗവത് സ്മരണേൻ്റെ മുന്നിൽ തോറ്റുപോയി. ആ തൊഴുത് നിന്നപ്പം സുദർശനം നമ്മളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുപോലെ നമ്മളെല്ലാവർക്കും എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അനന്യചിന്തയന്തോമം യജനാപരിവാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമിഹം. യാതൊരു ചിന്തയില്ലാതെ നോക്കുന്ന ആളെ ഞാൻ സംരക്ഷിക്കുന്നതാണ്, യോഗക്ഷേമം ഞാൻ നോക്കിക്കൊള്ളുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്, അതിൻ്റെ പല വരികളുമാണ്. അപ്പം അങ്ങനെ നിൽക്കുക, അങ്ങനെ നിന്നാൽ നമ്മൾക്ക് മുന്നോട്ടില്ല. ഭയങ്കരമായ കഥയാണെങ്കിലും കൂടി ആ നൃത്തം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലപ്പുറം ഒന്നുമില്ല. ആ കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാൽ ലോകമല്ല എന്ത് വന്നു കഴിഞ്ഞാൽ, ഏത് സാധനം വന്നു കഴിഞ്ഞാലും തിരിച്ചായിട്ട് പോകും. അതാണ് ഭഗവാന്റെ ഭക്തരെ രക്ഷിക്കുന്നു പറഞ്ഞ പോലെ തന്നെ നമ്മൾ അചഞ്ചലമായി നിന്ന് കഴിഞ്ഞാൽ എന്ത് വന്ന ഒന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല. നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ ഭഗവാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഓക്കെ.